ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാർ അഥവാ ഗാർലിക് പിക്കിൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ഉപ്പ്, എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ അഥവാ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര എന്നിവ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 കപ്പ് വിനാഗിരി. ഫൈനലി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗാർലിക് അഥവാ വെളുത്തുള്ളി. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിക്കുക. അച്ചാർ കേടുകൂടാതിരിക്കുന്നതിനും നല്ല ടേസ്റ്റിനും വേണ്ടി എണ്ണ അല്പം കൂടുതൽ വേണം. നിങ്ങൾക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. അച്ചാർ കൂടുതൽ കാലം കേടാവാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, അല്പം കറിവേപ്പില ചോപ്പ് ചെയ്തത് ചേർത്ത് 10 സെക്കൻഡ് നേരം ഇളക്കുക. പിന്നീട് ഇതിലേക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. ഇനി ഇത് 1.5 മുതൽ 2 മിനിറ്റ് നേരം വരെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇത് പൂർണ്ണമായും വേകേണ്ട, പകുതി വെന്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നേരം ഈ ചേർത്ത പൊടികളുടെ റോ ഫ്ലേവർ മാറുന്നതിനായി ഇളക്കി റോസ്റ്റ് ചെയ്യുക. ഉലുവ പൊടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഉലുവ ഒരു പാനിലിട്ട് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അല്പം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി തിക്കാവുന്നത് വരെ മിക്സ് ചെയ്യുക. വെളുത്തുള്ളി അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ എങ്ങനെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.